ഇടുക്കി ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ. തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. 2 ദിവസമായി 1.5 കോടിയുടെ നാശനഷ്ടങ്ങളും ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബിൻ കെ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഇന്നലെ രാത്രികാല യാത്രയ്ക്കൊക്കെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിശക്തമായ മഴയുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വൈദ്യുതി നിലയത്തിൽ, ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായെന്ന് പറയുന്നു. മറ്റെന്തൊക്കെ നാശനഷ്ടങ്ങൾ? ഇപ്പോഴും മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് ജില്ലയിൽ? നിലവിൽ ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും ഇടവിട്ട ശക്തമായ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഇന്നലെ വൈകുന്നേരം മുതൽ വ്യാപകമായ നാശനഷ്ടമാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഈ മണ്ണിടിഞ്ഞും അതുപോലെ തന്നെ മരം വീഴ്ചയുമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കഴിഞ്ഞ ദിവസം ഈ ഒരു ദിവസം മുഴുവൻ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ലോവർ പെരിയാറിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായി. ലോവർ പെരിയാർ വൈദ്യുതി ഡിവിഷനിലാണ് ഇടുക്കിയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നഷ്ടക്കണക്കിന് 1.5 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാർ ഗ്യാപ്പ് റോഡിലും മണ്ണിടിച്ചിലുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതി നിലയത്തിൽ, ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തൊഴിലാളികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സുബിൻ കെ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.